കർത്താവിന്റെ ദാസൻ ഇവിടെ നിന്ന് വായിച്ചൊരു വാക്യം ഒന്ന് തൊട്ട് അതിനോട് ചേർത്തൊരു വാക്യം കൂടി ഒന്ന് വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ശിയാപ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യമാണ് ഇവിടെ വായിച്ചത്. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൽ 8-ാമത്തെ വാക്യവും ചേർത്ത് വായിച്ചു. വെളിപ്പാട്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുണ്ട്. ഇതാ നിന്റെ മുൻപിൽ ഞാൻ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാർക്കും അടച്ചുകൂടാ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവേ, വാസപ്രാർത്ഥനയുടെ 6-ാമത്തെ ദിവസം ദൈവസഭയുടെ ദൈവവചനവുമായി നിൽപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്തു കർത്താവേ, ഞങ്ങൾ വായിച്ച വാക്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കും. ഏത് ആത്മാവിനാൽ എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു. വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിക്കും. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ തന്നെ സ്വതം മഹത്വമുണ്ടാകട്ടെ. ഞാൻ വീണ്ടും ഈ ആലയത്തിനകത്തേക്ക് എന്റെ കാൽച്ചുവട് വെച്ചപ്പോൾ സ്വതം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അല്പത്തിൽ നീ വിശ്വസ്തനായ അധികത്തിലും ഞാൻ നിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന കാലത്ത് എന്റെ ഹൃദയത്തോട് തൊട്ട് സംസാരിച്ച വചനം ഈ വാതിൽ കടന്നകത്ത് കടക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു. സ്തോത്രം. ഇത് ഇവിടെ പറയാം. അല്പത്തിൽ വിശ്വസ്തനായ ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്റ്റേജും സൗകര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ ഇതിനപ്പുറത്തോട്ട് നമ്മളൊന്നും ചിന്തിക്കണ്ട. ഇതുവരെ ദൈവം ചെയ്യാമെങ്കിൽ ഇതിനപ്പുറത്ത് ദൈവം എല്ലാം സജ്ജീകരണവും ഇതിനകത്ത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. ഇത് ലൈവ് പോകുന്നതാണോ? കർത്താവിന് സ്തോത്രം. ഈ ആലയത്തിനകത്ത് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഞാൻ ദൈവകൃപയാൽ നമ്മുടെ ആലയത്തിൽ ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ കണ്ട് കർത്താവിന് സ്തോത്രം. ഞങ്ങൾക്കും ദൈവം ആരാധിപ്പാൻ ഒരു ആലയം തന്നിട്ടുണ്ട്. സ്തോത്രം. അതിനകത്തും ദൈവത്തിന്റെ കൃപയാൽ അനേകർ വന്നുകൂടി ആരാധിച്ചൊക്കെ പോകുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ പാസ്റ്റർ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്ത് അതിനേക്കാൾ വളരെ മനോഹരമായ സ്തോത്രം എല്ലാ സജ്ജീകരണങ്ങളും ദൈവം ഒരുക്കി. ഇത്രത്തോളം ചെയ്ത ദൈവത്തിന് ഇതിനും അധികം സ്തോത്രം. അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട. ഒരു വാതിൽ ദൈവം തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ.